നമസ്കാരം. കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ കാക്കിക്കുള്ളിലെ കാൽപന്തുകാരൻ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട IM വിജയേട്ടൻ, പോലീസ് സേനയിൽ നിന്ന് അദ്ദേഹം ഇടപറയുകയാണ്. കാക്കി തൽക്കാലം അഴിച്ചു വെക്കുകയാണ്. വേറെ ജേഴ്സി ഇടാനുണ്ട് അദ്ദേഹത്തിന്. വിജയേട്ടാ, അതായത് കുറച്ചായി കൊടുവള്ളിയാണ് അവസാനം നമ്മൾ കണ്ടത്, കൊയപ്പ ഫുട്ബോൾ ഗ്രൗണ്ടിൽ. അതെ വിജയേട്ടാ, എല്ലാവരും പറയുന്നു സർവീസിന് ഫൈനൽ വിസിലായി എന്ന് പറയുന്നു. പക്ഷെ ഞാനതിനെ പറയുന്നത് പകുതി ഹാഫ് ടൈം ആയിട്ടേ ഉള്ളൂ. ഹാഫ് ടൈമിന് ശേഷമുള്ള തന്ത്രങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അത്രേ ഉള്ളൂ, തീർച്ചയായിട്ടും. കാരണം ഞാൻ എല്ലാവരും പറയും റിട്ടയർഡ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും എല്ലാവരും. പോലീസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, പോലീസല്ല, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ എനിക്ക് 100,000 ചോയ്സ് ഉണ്ട്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയാണ്, ഫുട്ബോൾ അക്കാഡമിയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണം പ്രൈവറ്റായിട്ട് ഒന്നും തുടങ്ങാൻ പറ്റില്ല, നമ്മൾ ഫോഴ്സാണ്. അപ്പോൾ ഒന്ന് റിട്ടയർഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ബാംഗ്ലൂർ രാജ്യമിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാനൊരു റെസിഡൻസ് അക്കാഡമി, അല്ലാണ്ട് ഇങ്ങനെ ആഴ്ച 2 ദിവസം ക്യാമ്പല്ല, എല്ലാ കുട്ടികളും ഇത്ര കുട്ടികളെ എടുത്തിട്ട് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഞാൻ പഠിപ്പിക്കുക. അതേപോലെ നിന്ന് താമസിക്കാനുള്ള സൗകര്യം, ഹോസ്റ്റല്, മെസ്സ്, ജിം, അങ്ങനത്തെ ഒരു വലിയൊരു കൺസെപ്റ്റാണ് എൻ്റെ ഡ്രീമാണത്. പക്ഷേ അതിന് സഹായിക്കുന്നത് ഇവിടെ ഗവൺമെൻറ്റാണ്. തീർച്ചയായിട്ടും അവർ ചെയ്യും എന്നുള്ള ഒരു 100% ആൻസറാണ്. അതെന്തായാലും ചെയ്യുന്നത് 100% 86-87 പോലീസിലേക്ക് വരുന്നത്. ഈ ജേഴ്സി അല്ലെങ്കിൽ ഈ കാക്കി കുപ്പായം കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സർവീസ് കാലയളവിന് എങ്ങനെയാണ് കാണുന്നത്? ഇടയ്ക്കൊന്ന് പോയി വന്നു, എന്നാലും അല്ല, ഇടയ്ക്ക് ഒത്തിരി വലിയ പോക്കായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാം, 17 വയസ്സിൽ. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ ട്രയൽ കൊടുത്ത് ആകോടി പോലീസിന് നോക്കും. പക്ഷെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഒരു വലിയ ഭാഗ്യം. ആ പോലീസ് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഞാൻ പോലീസിലല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അതല്ല മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റം പറയുന്നതല്ല കേട്ടോ, പക്ഷെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ചിലപ്പോൾ ഞാൻ IM വിജയനായില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റും അത്രയും ആ ഒരു ചിട്ടയാണ് ഞാൻ എപ്പോഴും പാലിക്കുന്നത്. കാരണം 6 മണിക്ക് ഗ്രൗണ്ടിലെത്തണം. അപ്പോൾ നമ്മൾ 5:30 എണീക്കണം. അത്രയും SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കും PTCയിലായിരുന്നു ആദ്യം. അവനെ എല്ലാവരും സ്പോർട്സുകാർ കംപ്ലീറ്റ് ആണ്, അല്ലാണ്ട് ഫുട്ബോൾ മാത്രമല്ല, സ്പോർട്സുകാരെല്ലാവരും നിൽക്കണതാണ്. അപ്പോൾ ആ ഒരു എൻജോയ്മെൻ്റ് എന്ന് വേറെ ലെവലാണ്. ഞങ്ങളൊരു ബാരക്കിൽ നിൽക്കണ്ടായിരുന്നു. എനിക്ക് ഫുട്ബോൾ കാണുന്നതിനേക്കാളും ഫ്രണ്ട്സ് അതിൻ്റെ വോളിബോളിലും ബാസ്കറ്റ് ബോളിലുള്ളവരാണ്. കാരണം അവരെ കൂടെയാണ് കിടക്കുന്നതും അവരെ കൂടെയാണ് നടക്കുന്നതും. അതിൻ്റെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ആ ചെറുപ്പത്തിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും. എൻ്റെ ഫ്രണ്ട്സ് സർക്കുലേഷൻ ആണ് വലുതാണ്. എനിക്ക് ആ ബ്രേക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. അത് ചിലപ്പോൾ എൻ്റെ ഫാമിലിയോട് പറയാൻ പറ്റാത്ത കാര്യം എൻ്റെ ഫ്രണ്ട്സിനോട് പറയാം. അതാണാവട്ടെ പെണ്ണാവട്ടെ, ഫ്രണ്ട്സാണ്. ബ്രദറും സിസ്റ്ററും എന്നുള്ള സ്നേഹമാണ്. എനിക്ക് എൻ്റെ ഫാമിലി പറയാൻ പറ്റാതെ അവരോട് പറഞ്ഞ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയാണ്. പണ്ട് ഈ ഫെഡറേഷൻ കപ്പ് നേടി കേരള പോലീസിന് ഭാഗമായി ഫെഡറേഷൻ കപ്പ് നേടി മികച്ച കളിക്കാരനായി തിരിച്ചു വന്നപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കിട്ടിയെന്നും അതൊക്കെ എല്ലാവർക്കും അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയേട്ടൻ ഇതുവരെ പോലീസ് ജേഴ്സിയിൽ ആരും സാറിന് അധികം വിളിച്ചു കാണില്ല, എല്ലാവരും വിജയേട്ടൻ തന്നെയായിരിക്കും. അപ്പം പോലീസും IM വിജയനും ഈ കാക്കിയും IM വിജയനും തമ്മിൽ എത്രമാത്രം ഇഴുകിച്ചേർന്നു? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ പോലീസാണ്. ഞാൻ കൂടി പോയത് ഒറ്റ ട്രെയിനിൽ പോയിട്ടുള്ളൂ, പോലീസിലാണ്. പക്ഷെ പോലീസിൽ കയറിയിട്ട് തന്നെ കുറേ കസ്റ്റമേഴ്സും ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടാവും. ആ സമയത്ത് കളിക്കുന്നതാണ്. എൻ്റെ പഠിപ്പ് ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ച കാരണം അങ്ങോട്ടൊന്നും പോയില്ല. പക്ഷെ എന്നെ പോലീസ് അത്ര കെയർ ചെയ്തു. എൻ്റെ പോലീസ് പോയിട്ടും തിരിച്ച് 16 വർഷം തിരിച്ച് ജോയിൻ ചെയ്തതും പോലീസിലാണ്. ഒരു IM വിജയൻ എന്നൊരു പേര്, IM എന്ന് ഫ്രണ്ട് ആദ്യം വിജയനായിരുന്നു. IM എന്ന് ചേർന്നപ്പോഴാണ് ആ പൂർണ്ണതാണ്. ആ ഒരു IM ആക്കിയത് പോലീസാണ്. അതെനിക്ക് ഒരിക്കലും പറക്കാനും പറ്റില്ല. അതേപോലെ റിട്ടയർഡ് ആയാലും എൻ്റെ മനസ്സിലുള്ളത് അത് തന്നെ, പോലീസ്. കളിക്കളത്തിൽ പോലീസിന്റെ ടീം നമുക്കറിയാം. കുര്യേഷ് മാത്യു, P സത്യൻ, പപ്പച്ചൻ, ഷറഫ് അലി തുടങ്ങി പ്രഗത്ഭരായ താരങ്ങളുടെ ഒക്കെ ഒപ്പം കളിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ അന്നത്തെ ആ ഒരു ഡ്രീം ടീം അത് പിന്നീട് നമുക്ക് കേരള പോലീസ് പിന്നീട് വന്നിട്ട് ബുദ്ധിമുട്ടാവും കിട്ടാൻ.
കാരണം ഇപ്പോഴും പ്ലേയേഴ്സൊക്കെ ഉണ്ട്, കളിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ഞങ്ങൾക്കൊക്കെ കോഴിക്കോട് നാഗജി കളിക്കാൻ പോകുമ്പോൾ കേരള പോലീസിന്റെ കളി എന്ന് പറയുമ്പോൾ അന്നൊക്കെ 3 മണിക്ക് 4 മണിക്കൊന്നും കളി തുടങ്ങും. കട്ട്ലൈറ്റിലല്ല, കാലത്ത് ടിക്കറ്റ് എടുക്കാൻ വരും ആൾക്കാർ അവിടെ നിന്ന്. കാരണം ഞാൻ കരന്തൻ ജ്യൂസ് കടവൻ്റെ അവിടെ ഞാൻ ചെന്ന് നിൽക്കാറുണ്ട്, ഷാഫിരി. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുന്നിൽ അവൻ്റെ ജ്യൂസ് കട. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ കളി കാണാനോ ഇവർ ഇത്ര നേരത്തെ വന്ന് നിൽക്കണേ. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു പഞ്ച് ഇപ്പം ഇല്ല. ഇപ്പൊ ഒരു കളി നടക്കുന്ന കാലിക്കറ്റ് കേരള പോലീസ് ആവട്ടെ, മോഹൻ ബാഗാവട്ടെ, ഈസ്റ്റ് ബംഗാളാവട്ടെ, ഏത് ടീം വേണമെങ്കിൽ കളിച്ചോട്ടെ, അവർ ആ സമയത്ത് വന്ന് ടിക്കറ്റ് കിട്ടാണ്ടിരിക്കില്ല, കിട്ടിയ കയറും. ആ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. അവർ കാലത്ത് 6-7 മണിക്ക് വന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് അന്ന് കാലത്ത് തന്നെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും. ഞാൻ കണ്ടിട്ടുള്ളതാണ്, കാലത്ത് തന്നെ ടിക്കറ്റ്. അപ്പൊ ആ ടിക്കറ്റ് എടുത്ത് കളി കാണാൻ വരുമ്പോ നമ്മളിങ്ങനെ, ഞാനൊക്കെ അവിടെ വൈകുന്നേരം നമ്മളാണ് കളിക്കേണ്ടത്, രാവിലെ ആളുകളുണ്ടാവും. രാവിലെ തന്നെ ആൾക്കാർ വന്ന്. അതാണ് കോഴിക്കോട് ഈ സത്യൻ, ഷർഫില്, പാപ്പച്ചൻ, പുരീഷ് മാത്യു, ചാക്കോ, തോബിയാസ്, മെഹബൂബ്, ആ ഒരു കോമ്പിനേഷൻ. ടീം. അന്ന് ഇന്ത്യൻ ടീമില് കേരള പോലീസിന് 5-6 പ്ലേയേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഈ സമയത്ത് കേരളത്തിൽ ഒരാളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ആ സമയത്ത് കേരള പോലീസിന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ക്യാമ്പില് 9 പേരുണ്ടായിരുന്നു കൽക്കട്ടയില്. അന്ന് സുഭാഷ് ഭൗമിക്കായിരുന്നു കോച്ചായിരുന്നു. 9 പേര് കേരള പോലീസിൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് പറയും, അയാള് നിർത്തി വലുത് വിടാൻ തുടങ്ങി എന്നൊക്കെ പറയും. അതല്ല, അത് ഉള്ളതാണ്. 9 പേര് ക്യാമ്പിലുണ്ടാവും, അതിൽ 7 പേര് ഫസ്റ്റ് ലെവലിൽ കളിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായി, അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടാവും നോക്കി കണ്ട് പറയേണ്ടി വരും. ഈ മുന്നേറ്റ നിരയിൽ പാപ്പച്ചൻ വിജയൻ വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസുകൾ കൂടുതൽ തന്നിട്ടായിരിക്കും ഗോൾ അടിച്ചിട്ടുണ്ടാവുക. ഇല്ല, പാപ്പച്ചൻ സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങള്, എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർവേഡിൽ പാപ്പച്ചൻ എന്ന് പറയുന്നത്. എനിക്ക് ആളെ കളി ഭയങ്കര ഇഷ്ടമാണ്. പാപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 17 വയസ്സ്, അപ്പൊ എൻ്റെ സീനിയറാണ്. അപ്പൊ ഒപ്പം പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എനിക്ക് ഓരോ മൂവ്മെന്റും, ആളെവിടെ എനിക്ക് ബോൾ വരും, ഞാൻ ആൾക്ക് എവിടെ കൊടുത്തു, ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും പോലീസുള്ളവർക്ക് ലൈഫ് ലോങ്. അങ്ങനെ എത്ര കൊല്ലം പോലീസുണ്ട് അത്ര കൊല്ലം ഞങ്ങൾ ഇന്ത്യൻ ടീമിലുള്ളപ്പോഴായാലും അങ്ങനെ തന്നെയായിരുന്നു. അതൊരു ആളൊരു പ്ലെയർ ISL കളിക്കുന്ന പ്ലെയേഴ്സിനേക്കാളും ടോപ്പ് പ്ലെയറാണ്. അത് അങ്ങനത്തെ ഒരു പ്ലെയർ ഇന്ത്യയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇടയ്ക്ക് കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്ത് ചാത്തുണ്ണി സാറെ വീട്ടിൽ പോയപ്പം ചാത്തുണ്ണി സാറ് പറയുന്നുണ്ടായിരുന്നു, IM വിജയൻ്റെ ഒരു പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതെൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ചാത്തുണ്ണി സാറുമായിട്ട് എത്രമാത്രം ആത്മബന്ധം ഉണ്ടായിരുന്നു? IM വിജയൻ എന്ന കളിക്കാരനെ രൂപപ്പെടുത്തിയതിൽ ചാത്തുണ്ണി സാറിൻ്റെ പങ്ക് എത്രത്തോളമായിരുന്നു? ഇല്ല, എൻ്റെ ആദ്യം തന്നെ ക്യാമ്പിൽ കൊണ്ടാക്കണത് 3 ഇയറിൻ്റെ ക്യാമ്പിൽ കൊണ്ടാക്കണത് ജോസ് പറമ്പെന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തുണിപ്പന്തൊക്കെ കളിച്ച് നടക്കണത് കണ്ടപ്പോൾ, അന്ന് ബൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സെലക്ഷൻ ആയിരുന്നു. 10-300 പേര് വന്നു, അതിൽ ആകെ 30 പേരെന്നെ എടുത്തത്. പക്ഷെ അന്ന് സെലക്ഷൻ. പക്ഷെ എൻ്റെ ബേസിക് കംപ്ലീറ്റ് പഠിപ്പിച്ചതെന്ന് ചാത്തുണ്ണി സാറാണ്. ഒരു ഫുട്ബോളർ എങ്ങനെ ആവണം, ഒരു ബോൾ എങ്ങനെ ട്രാപ്പ് ചെയ്യണം, അത് കാണിച്ചു തന്ന് പഠിപ്പിക്കണ ഒരു കോച്ചിന് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ കോച്ചിന്മാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പന്തടിക്കാറിയാത്തവരായിരിക്കും. പക്ഷെ ചാത്തുണ്ണി സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോൾ എങ്ങനെ വരണേ അത് കാണിച്ച്, നമുക്കതിലധികം വർത്താനം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ ബോൾ എങ്ങനെ വരണം, ട്രാപ്പ് ചെയ്ത് കാണിച്ചത് എങ്ങനെ ചെയ്യണം, കൈ എങ്ങനെ വെക്കണം, ആ ബോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ട്രാപ്പ് ചെയ്യണമെന്ന് പഠിപ്പിച്ചാൽ കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല. അത് ചാത്തുണ്ണി സാറിന് അറിയാമായിരുന്നു. അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഇത്. ആ ക്യാമ്പിലുള്ളവർ എല്ലാവരും ഒരുവിധം 30 പേരിൽ നിന്ന് ഒരു 10-29 പേര് എന്തായാലും നല്ല ജോലി കിട്ടി പോയി. ഞങ്ങനൊരു ക്യാമ്പ് സ്പോർട്സ് ഹൗസിന്റെ പ്രൊഡക്റ്റാണ് ഞാൻ. അങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കോച്ചിനെ കിട്ടാനും പാടാവും. പക്ഷെ അത് നമ്മളെ വിട്ട് പിരിഞ്ഞു, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഈ പന്ത് തട്ടി അവസാനം ഈ കഴിഞ്ഞ മാസം പോലും നമ്മൾ IM വിജയന്റെ കളി കണ്ടു, റൊണാൾഡീഞ്ഞോക്കൊപ്പം കളിക്കുന്നത്. അതൊരു വലിയ സ്വപ്നമായിരുന്നല്ലേ? തീർച്ചയായിട്ടും. ഞാൻ മറഡോണ കണ്ടില്ലേ, മറഡോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളാണ് മറഡോണ. ആളെ കൂടെ ഒരു 5 മിനിറ്റ് ഒരു സ്റ്റേജിൽ വന്നു. പക്ഷെ അതിനെ പോലെ തന്നെയാണ്. പക്ഷെ റൊണാൾഡീനോ എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും സ്കിൽഫുൾ പ്ലെയർ സിഡാൻ വരെ പറഞ്ഞിട്ടുള്ളതാണ്.
സിഡാനോട് ഒരു പ്രസ്താരം ചോദിച്ചു ഇങ്ങനെ വേൾഡിലെ ഏറ്റവും വലിയ സ്കില്ലുള്ള ആളെ നിങ്ങൾക്ക് എന്നോടല്ലേ ചോദിക്കുന്നത്, ചോദിച്ചു റൊണാൾഡീനോ ഏറ്റവും സ്കിൽഫുൾ പ്ലെയർ വേൾഡിലെ റൊണാൾഡീനോ ആളുടെ കൂടെ കളിക്കാൻ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അതൊന്നും പറഞ്ഞാൽ റെഡി ആവില്ല. ഇല്ല, നേരിട്ട് കണ്ട് ആള് ഗ്രൗണ്ടിലേക്ക് വന്നു. അതൊരു ആളെ നിൽക്കുക, ഒരു 70 മിനിറ്റ് ആളെ കളിക്കാൻ പറ്റാന്ന്, എതിര് കളിക്കാൻ പറ്റാന്ന് എന്നെ സംബന്ധിച്ച് വലിയ എന്നല്ല ഞങ്ങളുടെ ആ കളിച്ച എല്ലാവർക്കും മലയാളികളായിട്ട് ഞാനും പ്രദീപും സുരേഷും ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. റൊണാൾഡോന്റെ എതിര് റൊണാൾഡീനോ, റൊണാൾഡോ അങ്ങനത്തെ ഫുൾ ഗ്യാങ്. ഞാൻ റൊണാൾഡീനുമാര് മറ്റേ കഫു ഇവരുടെ കൂടെ ഒക്കെ ഞാൻ ദുബായിൽ കളിച്ചിട്ടുണ്ട്. റൊമാരിയോ ഒക്കെ ഉണ്ടാവും. ഞാൻ ദുബായിൽ കളിച്ചു. പക്ഷെ റൊണാൾഡോന്റെ കൂടെ മദ്രാസിൽ കളിക്കാൻ പറ്റുമോ, ചെന്നൈയിൽ കളിക്കാൻ പറ്റുമോ, വലിയൊരു ഭാഗ്യം. ഒരു നിമിഷം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഗോൾ അങ്ങ് ഓർമ്മയിൽ അത് വേറെ ലെവലാണ്. കാരണം അവൻ്റെ ഒരു ഖത്തറില് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, കൊറിയ എന്ന് പറയാം. അപ്പൊ അവൻ എനിക്ക് ടിക്കറ്റ്, അപ്പൊ ഷോണി ഖത്തറിലെ ഷോണിണ്ട്, അപ്പൊ എനിക്ക് ടിക്കറ്റ് എടുത്തു. ഇവിടെ സെലിബ്രിറ്റി മാച്ച് നടക്കുന്നുണ്ട്, ബാഴ്സലോണയും റിയൽ മാഡ്രിഡിന്റെ സെലിബ്രിറ്റി. ഞാൻ വരാൻ ഞാൻ ചെന്നാണ്. റൊണാൾഡോന്റെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, അവന്റെ ബോംബ് പറ്റുന്നുണ്ട്. അപ്പൊ അതേപോലെ ഫ്രീ കിക്ക് കിട്ടി. അപ്പൊ ഞാൻ പോയി ചോദിച്ചു, ഞാൻ ആകെ ചോദിക്കുന്നത് ഫോട്ടോ ഇങ്ങനെയുള്ളത്. ഞാൻ പോയി ചോദിച്ചു സെയിം ഖത്തറിൽ അടിച്ച പോലെയാണ് ഇവിടെ അടിക്കാൻ പോണേ. അവ ചിരിച്ചു, ഖത്തറിലെ കളിയാണ് പോണേ. ഗ്രൗണ്ടിൽ പറഞ്ഞ കാരണം പക്ഷെ ഭയങ്കര ഗോളായില്ല. എന്തായാലും ജീവിതത്തിൽ അതൊരിക്കലും വലിയ ഭാഗ്യമായിട്ട് മെമ്മറി ഫുൾ. നമ്മള് മറഡോണൊക്കെ കണ്ട പോലെ തന്നെയാണ് റൊണാൾഡോ. ഈ യൂണിഫോമിലേക്ക് തിരിച്ചു വന്നാലേ ഈ കാലയളവിലെ കളിക്കപ്പുറത്തുള്ള ഒരു പോലീസുകാരൻ എന്നുള്ള ലൈഫ് എങ്ങനെ? ഞാനൊരു പോലീസുകാരനായിട്ട് എൻ്റെ പിള്ളേരെ അടുത്ത് നടക്കാറില്ല. എൻ്റെ കൂടെ നടക്കണ എനിക്ക് ചേട്ടാന്ന് വിളിക്കുന്ന. അപ്പൊ എൻ്റെ ഇവരെന്നെ അവര് സാറേന്ന് വിളിച്ചാൽ ഭയങ്കര ദൂരമായിക്കണം. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അത് ഇവരെന്നെ ഓഫീസേഴ്സ് തന്നെ ഇവരിങ്ങനെ വിളിക്കുന്നത്. ഞാൻ എനിക്കത് ഇഷ്ടം. എൻ്റെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. ആ ഒരു സ്നേഹം ലൈഫ് ലോങ് നിൽക്കണം. സാറേന്നൊക്കെ വിളിച്ചാൽ ഞാൻ യൂണിഫോം സാറിനൊക്കെ പോകും. ഞങ്ങൾ ശബരിമലയിലെ ഈ മരക്കൂട്ടത്തിന്റെ അവിടെയും അതുപോലെ പോളിംഗ് ബൂത്തിലൊക്കെ ഞങ്ങൾ വിചാരണ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ചെയ്ത ഡ്യൂട്ടികൾ ഇലക്ഷൻ ഡ്യൂട്ടിയും ശബരിമല ഡ്യൂട്ടികളാണ് ഞാൻ ചെയ്തത്. അതൊരു വലിയൊരു ശബരിമല ഡ്യൂട്ടിയൊക്കെ ചെയ്യാന്നാണ് വലിയൊരു, അതെനിക്ക് സന്നിധാനത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വലിയൊരു ഭാഗ്യമാണ്. MSP ഇവിടെ നിന്ന് നേരത്തെ ഞങ്ങൾ ഈ വാക്കുകൾ കേൾക്കുകയായിരുന്നു. MSP എന്ന് പറയുന്നത് വലിയ വൈകാരികമായ ഏത് ഓഫീസേഴ്സ് ആയാലും ഏത് പോലീസുകാരായാലും നമ്മൾ കൽക്കട്ടയിൽ പോയി ഫുട്ബോൾ കളിക്കണം എന്ന് പറയില്ലേ, എന്നാലും പൂർണ്ണത ആവുള്ളൂ എന്ന് പറയും. ഇപ്പൊ പോലീസിൽ പൂർണ്ണതാണ് MSPയിൽ ഒന്ന് ഡ്യൂട്ടി ചെയ്യുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. താങ്കളുടെ സംസാരത്തിനിടയിൽ നേരത്തെ ഒരു കാര്യം കൂടി കേട്ടു, അതായത് ഒരു കൈ കൊടുത്തതിന്റെ പേരിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി, പക്ഷെ ആ ട്രാൻസ്ഫർ ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു. അതൊരു വലിയൊരു ഭാഗ്യം തന്നെ. വന്നു പെട്ടതാണ് മെക്കയിലാണ് വന്ന് പെട്ടത്. അതുകൊണ്ട് എനിക്ക് MSPയിലാണ് വന്നത്. ട്രാൻസ്ഫർ കിട്ടുകയാണ് അങ്ങനെ കിട്ടണം, അങ്ങനെ കിട്ടണം. അതെനിക്ക് വലിയൊരു ഞാൻ വരുമ്പോ ഷബ്സാർ കൂടെ കമാൻഡ്. പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഫുള്ള് ഫുട്ബോൾ അല്ലേ. അത് എന്ത് ട്രാൻസ്ഫർ ആയിരുന്നു? അത് എന്ത്? അതായത് ഞാൻ കൈ കൊടുത്തു. ഭൂസമരം ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ പോലീസ് വയ്ക്കുന്നതല്ലേ. അപ്പൊ ആ സമയത്ത് കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്. അപ്പൊ രാജേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബ്രദർ പോലെയാണ് സ്പീക്കർ. അപ്പൊ ഞാൻ ഒരു ഇനോഗ്രേഷൻ മുമ്പ് കണ്ടപ്പോ ചേട്ടാ എന്നിട്ട് കൈ കൊടുത്തോ, ദേശമാന്റെ ഫ്രണ്ട് പേജിൽ കൈ കൊടുക്കണം. വിജയം ഭൂസമരത്തിൽ അറ്റൻഡ് ചെയ്തു പറഞ്ഞിട്ട് പടച്ച തമ്പുരാൻ. അപ്പൊ അന്നത്തെ IG എന്നെ ഒറ്റ ട്രാൻസ്ഫറാണ് മലപ്പുറത്ത്. അതായത് MSPയിലേക്ക് വന്നു, ഇവിടെ നിന്ന് കളി അവസാനിപ്പിച്ച് പോവുകയാണ്. നേരത്തെ ഇതിന്റെ കാര്യം പറഞ്ഞു, ക്യാമ്പിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് കൊടുവള്ളിയിൽ വെച്ചും ചോദിച്ചിട്ട് എനിക്ക് അത്ര ഒരു പിടിതരാതെ ഉത്തരം പറഞ്ഞു പോയൊരു കാര്യം, രാഷ്ട്രീയ അത് വിട്ടു, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? രാഷ്ട്രീയക്കാരൊക്കെ സാധാരണ ഇലക്ഷൻ ആകുമ്പോൾ സ്ഥാനാർത്ഥിയാക്കാനൊക്കെ എന്തായാലും ഒപ്പം വരുന്നുണ്ടാവുമല്ലോ. നീ ഇപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കണില്ലേ, ഞാൻ ഒരു നാഷണൽ ഫിഗറാണ്. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് രാഷ്ട്രീയം വഴങ്ങില്ല. എനിക്ക് എല്ലാവരും വേണം. എനിക്കിപ്പോ ആരുടെ അടുത്ത് വേണമെങ്കിൽ പോവാം, പിണറായി സാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് വേണമെങ്കിൽ പോവാം, ഇപ്പോൾ ചെന്നിത്തല സാറിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഡയറക്റ്റ് പോവാം, മുരളീധരനായാലും ആരായാലും എനിക്ക് ഡയറക്റ്റ് പോവാം.
പക്ഷെ ഞാനൊരു പാർട്ടിയിൽ ചേർന്നാൽ അതിനൊരു തട വരും. അവരായിട്ടുള്ള ആ ഒരു സൗഹൃദം പോവും. എനിക്കതൊന്നും പറയാം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രീ ബേഡായിട്ട് പറഞ്ഞു നടക്കും. അതാണ് എൻ്റെ ഒരു ലൈഫ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ അതിനൊരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല. വീട്ടിലായാലും അവിടെ ആയാലും എനിക്കിങ്ങനെ പറഞ്ഞു നടക്കണം. അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കും. സിനിമ കുറച്ച് കാര്യമായിട്ട് എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ? അങ്ങനല്ലേ, ഞാൻ അപ്ലൈയാലും ഇപ്പോഴായാലും എനിക്കിപ്പോൾ ഇവിടുന്ന് സിനിമയിൽ അഭിനയിക്കാൻ പോകണതുകൊണ്ട് എൻ്റെ കമൻറ്റ് ഒന്നും പറയുന്നില്ല. പോയി ചെയ്യൂ എന്നൊക്കെ പറയുള്ളൂ. അതാണ് പറഞ്ഞത്, MSPയിൽ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലെ കിട്ടിയ നമ്മള് വേണ്ടാന്നൊന്നും പറയില്ല. നല്ല റോള് കിട്ടിയ നമ്മള് ചെയ്യും. സിനിമ ഭ്രാന്ത് എന്നല്ല, എനിക്ക് എൻ്റെ ഫുട്ബോളും ഒരു അക്കാഡമിയാണ് എൻ്റെ ഒരു ഡ്രീം. അക്കാഡമിയിലൂടെ ഒരുപാട് അയ്യൻ വിജയന്മാർ തുറക്കട്ടെ. അയ്യൻ വിജയനല്ല, അയ്യൻ വിജയനേക്കാളും വലുതായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത് ഇൻഷാ അല്ലാ. ഈ കഴിഞ്ഞ ഇടയ്ക്കാണല്ലോ തൃശ്ശൂരിൽ അമ്മയുടെ പേരിലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയത്. ഈ കാക്കി കുപ്പായം, ഈ ജേഴ്സി ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ കിടക്കുമ്പം തീർച്ചയായും അമ്മയെയും അച്ഛനെയും ഓർക്കാത്ത നിമിഷങ്ങളുണ്ടാകില്ല. ഈ സമയത്ത് അവരുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം സ്വാഭാവികമായി മനസ്സിലുണ്ടാകില്ലേ? അല്ല, അമ്മയും അച്ഛനൊക്കെ എപ്പോഴും മനസ്സിലുള്ളതല്ലേ. അവർ രണ്ടുപേരും ഇല്ല. ഞാനൊരു എൻ്റെ ഏറ്റവും വലിയ വിഷമം എല്ലായിടത്തും പറയാനുള്ളതാണ്. ഞാനൊരു അയ്യൻ വിജയനായിട്ട് എൻ്റെ അച്ഛൻ കാണാൻ പറ്റില്ല. അച്ഛനാണ് എന്നെ ഫുട്ബോളിലൊക്കെ അച്ഛന് കാണാൻ പറ്റില്ല. പക്ഷെ അമ്മ കണ്ടിട്ടുണ്ട്, ഞാൻ അയ്യൻ വിജയനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വിഷമമുള്ളത് തന്നെ ഞാനൊരു അയ്യൻ വിജയനായിട്ട് അച്ഛന് കാണാൻ പറ്റില്ല. അച്ഛനാണ് ഫുട്ബോളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു വിഷമം ശാലമുള്ളിരുന്ന് കാണുന്നുണ്ടോ, അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണും. ഓക്കെ, എന്തായാലും അയ്യൻ വിജയേട്ടൻ തൽക്കാലം കാക്കി ഊരി വെക്കുകയാണ്. ആദ്യ പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ, മുഴുവൻ വിസിലായിട്ടില്ല. പകുതി അല്ലേ? പിക്ചർ അബീബി ബാക്കിയേ ബൈ, പിക്ചർ അബീബി ബാക്കിയേ. അപ്പൊ അതാണ് നമ്മൾ കേട്ടത്. അയ്യൻ വിജയനെ കണ്ടത് ഇന്ത്യൻ ഫുട്ബോളിന്റെ